നമസ്കാരം. അന്നപൂർണയിലേക്ക് ഏവർക്കും സ്വാഗതം. നവരാത്രി ഉത്സവത്തിന്റെ 3-ാം ദിവസം ദുർഗാദേവിയെ ഏത് രൂപത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. മാതൃരൂപിയായ ജഗദീശ്വരിയായ ദേവിയെ നവരാത്രി ദിനങ്ങളിൽ 9 ഭാവങ്ങൾ ആരാധിക്കപ്പെടുന്നു. ഈ ദേവിമാരെ നവദുർഗമാർ എന്നറിയപ്പെടുന്നു. 1-ാം ദിവസം ശൈലപുത്രി, 2 ബ്രഹ്മചാരിണി, 3 ചന്ദ്രകണ്ഠ, 4 കൂഷ്മാണ്ഡ, 5 സ്കന്ദമാത, 6-ാം ദിവസം കാർത്തികേയനി ദേവി, 7-ാം ദിവസം കാളരാത്രി, 8-ൽ മഹാഗൗരി, 9-ൽ സിദ്ധിദാത്രി എന്നിങ്ങനെ പല രൂപങ്ങളിലായാണ് നമ്മൾ ദേവിയെ ആരാധിക്കുന്നത്. നവരാത്രി ഉത്സവത്തിന്റെ 3-ാം ദിവസം ദേവിയെ ദേവി ചന്ദ്രകണ്ഠ എന്ന രൂപത്തിലാണ് ആരാധിക്കുന്നത്. ദേവി ചന്ദ്രകണ്ഠയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നെറ്റിയിൽ ഒരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കലയുള്ളതിനാലാണ് ദേവിയെ ചന്ദ്രകണ്ഠ ദേവി എന്ന നാമത്തിൽ അറിയപ്പെടുന്നത്. ശൗര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു. സിംഹവാഹിനിയായ ദേവിക്ക് 10 കൈകളാണുള്ളത്. ഓരോ കൈകളിലുമായി പത്മം, ധനുസ്, ബാണം, കമണ്ഡലു, ഖഡ്ഗം, ഗദ, ശൂരം എന്നീ ആയുധങ്ങളുണ്ട്. 3-ാം രാത്രി ചന്ദ്രകണ്ഠ ദേവിയുടെ ആരാധനയ്ക്കായി നാം നീക്കിവെക്കുന്നു. നവരാത്രി ഉത്സവത്തിന്റെ 3-ാമത്തെ ദിവസം ദേവി ചന്ദ്രകണ്ഠ എന്ന രൂപത്തിലാണല്ലോ അറിയപ്പെടുന്നത്. ചന്ദ്രന്റെ മണി അല്ലെങ്കിൽ ചന്ദ്രമണി, ചന്ദ്രൻ ഖണ്ഡ മണി എന്നർത്ഥമുള്ള അവൾ, അതാണ് ദേവിയുടെ പേര്. ദേവിയുടെ നെറ്റിയിൽ ഒരു മണിയോട് സാമ്യമുള്ള ഒരു ചന്ദ്രക്കലയിൽ നിന്നാണ് വരുന്നത്. സ്വർണ്ണ നിറമുള്ള 10 കൈകളുള്ള ഒരു ദേവതയായിട്ടാണ് ദേവി നിൽക്കുന്നത്. ദേവിയുടെ പ്രത്യേകത എന്തെന്നാൽ നീതിയുടെയും അച്ചടക്കത്തിന്റെയും പ്രതീകമായിട്ടാണ് നമ്മൾ ദേവിയെ ആരാധിക്കുന്നത്. ഒരു ഉഗ്രമായ സിംഹത്തെ സവാരി ചെയ്യുന്ന ധൈര്യം, സംരക്ഷണം, കൃപ, തടസ്സങ്ങളിൽ നിന്നുള്ള മോചനം എന്നിവയ്ക്കായി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണെന്ന് പറയപ്പെടുന്നു. ദേവിയുടെ നെറ്റിയിലെ അർദ്ധചന്ദ്രൻ ഒരു മണിയോടുകൂടി സാമ്യമുള്ളതാണ്. ഇതിനാൽ ദേവിക്ക് ആ പേര് ചന്ദ്രകണ്ഠ എന്ന പേരും ശക്തിയും നൽകിയിരിക്കുന്നത് ചന്ദ്രന്റെ രൂപമുള്ളത് തലയിൽ ഉള്ളത് കൊണ്ടാണ്. ദേവിക്ക് 10 കൈകളുണ്ട്. 10 കൈകൾ വിവിധ ആയുധങ്ങൾ വഹിക്കുന്നു. 10 അനുഗ്രഹങ്ങൾ നമ്മൾക്ക് വേണ്ടി ദേവി വർഷിക്കുന്നു എന്നും പറയപ്പെടുന്നു. ദേവിക്ക് ഉണർന്നിരിക്കുന്ന ഒരു 3-ാം കണ്ണുണ്ട്. ഇത് ദേവിയുടെ ദിവ്യ ദർശനത്തെയും ശക്തിയെയും നമ്മളിലേക്ക് പകർന്നു നൽകുന്നതിനാണ് ഈ 3-ാം കണ്ണ് എപ്പോഴും ഉണർന്നിരിക്കുന്നത്. നീതിയുടെയും അച്ചടക്കത്തിന്റെയും മൂർത്തിഭാവമാണ് ദേവി ചന്ദ്രകണ്ഠ. ധൈര്യത്തെയും വീര്യത്തെയും ദേവി പ്രതിനിധീകരിക്കുന്നു. ഭയങ്ങളെയും പ്രതിബന്ധങ്ങളെയും മറികടക്കാൻ ദേവി ഭക്തരെ പ്രചോദിപ്പിക്കുന്നു. സംരക്ഷണത്തിന്റെ പ്രഭാവലയം എപ്പോഴും ദേവി നമ്മൾക്ക് മേൽ ചൊരിയുന്നുണ്ട്. ദേവിയുടെ സാന്നിധ്യം ശാന്തമാണെങ്കിലും ശക്തമാണ്. സംരക്ഷണവും മാർഗനിർദ്ദേശവും ദേവി നമുക്ക് നൽകുന്നു. അടിയുറച്ച വിശ്വാസത്തോടു കൂടി ദേവിയെ നമ്മൾ ഭജിക്കുകയാണെങ്കിൽ ദേവി എപ്പോഴും സദാ നമ്മുടെ കൂടെ ഉണ്ടാകുകയും ദേവിയുടെ സംരക്ഷണം സദാ നമുക്ക് അനുഗ്രഹ വർഷമായി ചൊരിയുകയും ചെയ്യും. ദേവിയുടെ ചന്ദ്രമണിയുടെ ശബ്ദം പ്രഭാവലയങ്ങളെ ശുദ്ധീകരിക്കുകയും നിഷേധാത്മക നീക്കം, അതായത് പ്രപഞ്ചത്തിലുള്ള നെഗറ്റിവിറ്റികളെയെല്ലാം നിർമ്മാർജ്ജനം ചെയ്യുന്നുവെന്നുമാണ് നമ്മൾ വിശ്വാസപ്രകാരം പറയുന്നത്. പുണ്യ നവരാത്രിയുടെ 3-ാം ഉത്സവരാത്രിയിൽ ദേവിയെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ആരാധിക്കുന്നത് ഭക്തരിൽ അനുഗ്രഹങ്ങൾ സദാ വർഷിക്കുന്നതിന് കാരണമാകുന്നു. സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ആന്തരിക ശക്തിയുടെയും ദേവതയാണ് ചന്ദ്രകണ്ഠമാത. ദുഷ്ടശക്തികളെ അകറ്റുകയും ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ ഭക്തർക്ക് ശാശ്വതമായ ശക്തി നൽകുകയും ചെയ്യുന്നുവെന്നാണ് വിശ്വാസം. നവരാത്രിയുടെ 3-ാം ദിവസമാണ് ദേവിയെ ആരാധിക്കുന്നത്. ദേവിയുടെ ഭർത്താവ്, അതായത് പതിയുടെ സ്ഥാനത്ത് മഹാദേവനാണ്. ശിവനാണ് ദേവിയുടെ ഭർത്താവായി. ശിവന്റെ ഭാര്യയായ പാർവതി ദേവിയുടെ അല്ലെങ്കിൽ ദുർഗയുടെ വേറൊരു ഭാവം തന്നെയാണ് ദേവി ചന്ദ്രകണ്ഠ. 3-ാം ദിവസം ചന്ദ്രകണ്ഠ ദേവിയുടെ നിറം എന്നറിയപ്പെടുന്നത് റോയൽ നീലയാണ്. ആ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ദാനം ചെയ്യുകയും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. സമാധാനത്തിന്റെയും സമ്പത്തിനെയും പ്രതിനിധീകരിക്കുന്നതാണ് നീല എന്നുള്ള ആ ഷെയ്ഡ് എന്ന് നമുക്കറിയാമല്ലോ. വളരെ അധികം ഉയർന്ന ഒരു തലത്തിലേക്ക് ഭക്തരെ എത്തിക്കുവാനായി ദേവി സദാ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാണ് പറയുന്നത്. അകമഴിഞ്ഞ ഭക്തിയോടു കൂടി ദേവിയെ ഉപാസിക്കുകയാണെങ്കിൽ ഭക്തർക്ക് ശ്രേഷ്ഠമായ ഒരു സ്ഥാനം തന്നെ ദേവി സമൂഹത്തിൽ നൽകുന്നതായിരിക്കും. ഈ പുണ്യദിനത്തിൽ ആരാധകർ ക്ഷേത്രങ്ങളിലും വീടുകളിലും ദേവിയെ ആരാധിക്കുന്ന ഇടങ്ങളിലുമൊക്കെ മനോഹരവും ശുദ്ധവുമായ താമരപ്പൂക്കൾ അർപ്പിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. വെളുത്ത ഇതളുകളുള്ള താമര ചന്ദ്രകണ്ഠയെ തന്നെ നിർവചിക്കുന്ന ഒരു ഗുണമാണ്. വെളുത്ത ഇതളുള്ള താമരയാണ് ചന്ദ്രകണ്ഠ ദേവിക്ക് നമ്മൾ വഴിപാടായി സമർപ്പിക്കേണ്ടത്. ഇത് വിശുദ്ധിയുടെയും ശാന്തതയുടെയും സത്തയുടെ പ്രതീകമായാണ് ദേവിക്ക് വെളുത്ത താമരപ്പൂക്കൾ നമ്മൾ സമർപ്പിക്കുന്നത്.
ചന്ദ്രകണ്ഠ ദേവിയെപ്പറ്റി വളരെ വ്യത്യസ്തമായ ഒരു കഥ പുരാണങ്ങൾ പറയുന്നുണ്ട്. പാർവതി ദേവിയെ വിവാഹം കഴിക്കാൻ വന്നപ്പോൾ ചാരത്തിൽ പൊതിഞ്ഞ പായിച്ച മുടിയുമായി പ്രേതങ്ങളുടെയും പിശാചുക്കളുടെയും അകമ്പടിയോടെ ഭയാനകമായ ഒരു രൂപത്തിലാണ് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടത്. ദേവിയുടെ, അതായത് പാർവതി ദേവിയുടെ മാതാപിതാക്കളും സുഹൃത്തുക്കളും ഭയപ്പെട്ടു. തന്റെ കുടുംബത്തിന്റെ സംരക്ഷണത്തിനും സമാധാനപരമായ ഒരു ഐക്യം ഉറപ്പാക്കുന്നതിനും പാർവതി ദേവി ശക്തിയായ ദേവതയായ ചന്ദ്രകണ്ഠയായി രൂപാന്തരപ്പെട്ടു. ചന്ദ്രകണ്ഠയായ ദേവിയെ കണ്ട് ശിവൻ കൂടുതൽ ആകർഷകമായ ഒരു രൂപം ധരിക്കുകയും സുന്ദരനായ ഒരു രാജകുമാരനായി തന്നെ പാർവതി ദേവിയെ വരിച്ചുവെന്നുമാണ് ഒരു വിശ്വാസപൂർവമായ ഒരു കഥ നമ്മുടെ പുരാണങ്ങളിൽ നിലവിലുണ്ട്. ദേവി ചന്ദ്രകണ്ഠയെ പൂജിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. ദേവി ചന്ദ്രകണ്ഠയുടെ പ്രധാന മന്ത്രം ഓം ദേവി ചന്ദ്രകണ്ഠായേ നമാം എന്നാണ്. ദുർഗാദേവിയുടെ മൂന്നാമത്തെ രൂപത്തിലുള്ള ശക്തമായ ഒരു ആഹ്വാനമാണിത്. ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ചന്ദ്രകണ്ഠ ദേവിക്ക് നമസ്കാരം എന്നാണ്. ദേവിയെ ആരാധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നീണ്ട പ്രാർത്ഥന പല പുരാണങ്ങളിലും പറയുന്നുണ്ട്. അതുകൂടാതെ ദേവി ചന്ദ്രകണ്ഠായ നമ എന്ന് 21 തവണ 108 തവണ അങ്ങനെ ജപിച്ചാലും മതി. നമ്മളുടെ പൂജ വയ്ക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിലോ ശുദ്ധമായ ദേവിയുടെ ചിത്രത്തിന് മുമ്പിലോ നമുക്കത് ജപിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയി നിന്ന് ജപിക്കാവുന്നതാണ്. നവരാത്രിയിലെ 9 രാത്രികളും ആത്മാവിന്റെ പ്രബുദ്ധതയിലേക്കുള്ള യാത്രയെ പ്രതീകപ്പെടുത്തുന്നു. ഓരോ രാത്രിയിലും ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ പ്രാർത്ഥിക്കുക. 3-ാം ദിവസം രാത്രിയിൽ ദേവി ചന്ദ്രകണ്ഠയുടെ രൂപത്തിൽ ദേവിയെ പ്രാർത്ഥിച്ച് ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും പ്രാപ്തമാകാൻ എല്ലാവരെയും ഈശ്വരൻ ദേവിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.